അല്ലെങ്കിൽ ആളുകളോട് വന്നിട്ട് പറയേ പൊട്ടത്തരം പറ്റിയതാണ്, തിരുത്താം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. സൽമാൻ റളിയല്ലാഹു അൻഹു ഒന്ന് പഠിപ്പിച്ചു ഒരു ബിദ്അത്ത്. നമ്മളെ നാട്ടിലുള്ള വഹാബികൾ തക്ബീർ അല്ലേ, ഇവിടെ വഹാബി പള്ളി ഉണ്ടോ? ഇല്ലല്ലോ. ഓലെന്താ ചെല്ലല്? പെരുന്നാളായാൽ തക്ബീറൊക്കെ സുന്നത്താണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ കുത്തിരിക്കന്നെ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലേ? സൽമാൻ റളിയല്ലാഹു അൻഹു ഒരാചാരം ബിദ്അത്ത് അള്ളാന്റെ റസൂല് ചെയ്യാത്ത ധിക്കാരം കാണിച്ചു. ആ ധിക്കാരം അനുഷ്ഠിക്കുന്ന കടുത്ത ധിക്കാരികളല്ലേ ഈ നാട്ടിലെ വഹാബികൾ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ധിക്കാരമല്ല എന്ന് സ്ഥാപിക്കാൻ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞില്ല, എന്നാ ഒരു ധിക്കാരത്തിങ്ങ് നിർത്തും കരുതി. ആ പാഠപുസ്തകത്തിൽ തന്നെ ഈ കുരുന്ന് പൈതങ്ങളെ രണ്ടാം ധിക്കാരം പഠിപ്പിക്കാം. രണ്ടാം ധിക്കാരം 6ാം ക്ലാസ്സിലെ കുട്ടികളോട് 4ാം ക്ലാസ്സിന് പറഞ്ഞു ഇതൊക്കെ ധിക്കാരാണ്. കുട്ടികളെ ഇങ്ങനൊരു ധിക്കാരം ഉണ്ട് എന്ന് 4ൽ ഇങ്ങനെ പഠിപ്പിച്ചു. നിങ്ങൾ 6ലെത്തുമ്പോൾ ആ ധിക്കാരം ചെയ്യേണ്ടി അവിടെ പോയിക്കോളി ധിക്കാരം ചെയ്യാൻ. അന്തവും ബുദ്ധിയും വെക്കുന്നതിനനുസരിച്ച് ധിക്കാരത്തെ കൂടി ശൂന്യാകേണ്ടി വരും എന്നർത്ഥം. 6ാം ക്ലാസ്സിലെത്തി കുട്ടിനെ വീണ്ടും പഠിപ്പിക്കാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ, അദ്ദേഹത്തിൽ നിന്നും ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറൊരു ധിക്കാരം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് റസൂൽ പഠിപ്പിച്ച ആചാരമാണോ? അല്ല. ഇത് റസൂൽ പഠിപ്പിച്ച ആരാധനയാണോ? അല്ല. പുണ്യ റസൂലിന്റെ കാലത്തുള്ളതാണോ? അല്ല. അത്തരം ബിദ്അത്തുകൾ കൊണ്ട് നടക്കൽ എന്താ? കടുത്ത ബിദ്അത്ത്, കടുത്ത ലലാലത്ത്, ധിക്കാരം. അതെല്ലാ സമയത്തും ഓർത്തുകൊണ്ടേയിരിക്കണം. എന്തു പറയും വഹാബികൾ? ഗോൾഡൻ ജൂബിലി അല്ല പറയണത്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഈ ചൊല്ലുന്ന തക്ബീർ അത് ആരാധനയല്ല, അത് ആചാരമല്ല. ഞങ്ങൾ കുറെ ധിക്കാരം കാട്ടലുണ്ട്. കൂട്ടത്തിലുള്ളൊരു ധിക്കാരാത്. പെരുന്നാളൊക്കെ അല്ലേ, കുട്ടികളൊന്ന് പോക്കിരി കഴിച്ചോട്ടെ. ഏതോ ആളുകളൊക്കെ ആഘോഷം നടത്തുമ്പോൾ കുറച്ച് കള്ളുടിച്ചാൽ മക്കൾക്ക് പെർമിഷൻ കൊടുക്കുന്നതാണ്. ഇന്നാളെ ഏതോ പ്രദേശത്ത് ചെന്നപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും വീടിയൽച്ചാൽ പാപ്പാരും മുടക്കൊന്നുമില്ല എന്ന മാതിരി വഹാബിയാള് പെരുന്നാളായ കുട്ടികളൊക്കെ കുറച്ചവിടെ ധിക്കാരം ചെയ്യട്ടെ. നാട്ടിലത്തെ വലിയ ഉസ്താദ് ധിക്കാരം മൈക്കിൽ കൂടെ ഇങ്ങനെ വിടുക. അത് കേട്ടുങ്ങാണ്ട് ധിക്കരിക്കാൻ വേണ്ടി കുറെ വഹാബിയാൾ ഇങ്ങനെ നടന്നു വരിക. ഇനി പെരുന്നാൾ കോല് പോകുമ്പോൾ എവിടുക്ക വഹാബി പോണ്? ധിക്കരിച്ചാൻ പോവുക വെച്ച്. നിക്കരിച്ചാനല്ല, ധിക്കരിക്കാൻ. തക്ബീർ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് വരുന്ന ധിക്കാരം. വോളിയം കൂടിയിരിക്കും ധിക്കാരത്തിന്റെ അല്ലേ? 500 ആംപ്ലിഫയറിൽ അപ്പൊ ധിക്കാരം പുറത്തു വരുന്നേ അല്ലേ? എന്താ സാധുക്കളെ എന്നിട്ട് മൗലൂദിന്റെ കാര്യം പറയുമ്പോൾ, മൗലൂദാണ് പറയുമ്പോൾ ബിദ്അത്ത് നബി ചെയ്തിരിക്കണോ? നബിന്റെ കാലത്തുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മൗലൂദുണ്ടോ? നിങ്ങളെ തക്ബീർ ഉണ്ടോ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ നിങ്ങൾ പറ ഇത് ആരാധനയല്ല, അല്ലെങ്കിൽ പറ ഇത് ആചാരമല്ല, അല്ലെങ്കിൽ പറ ഞങ്ങൾ ധിക്കാരം തുടരുകയാണ്, അല്ലെങ്കിൽ പറ ഈ ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. അപകടമല്ലത്? മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചോദ്യം കൊടുത്തേക്കാണ് കുട്ടികൾക്ക്. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 8ാം ചോദ്യം, പെരുന്നാൾ തക്ബീറിന്റെ 2 രൂപങ്ങൾ പറയുക. എന്താ ഈ പറഞ്ഞേ? കുട്ടികളെ 2 ധിക്കാരം പറയും. പെരുന്നാൾ തക്ബീറിന്റെ പേരിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തായ 2 ധിക്കാരങ്ങൾ. ആ കുരുന്ന് മക്കളെ എഴുതണം. ധിക്കാരം 1, ധിക്കാരം 2. എത്താ ചെകായി വരത്.
ആചാരേ കഴിഞ്ഞോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിക കർമ്മപാഠങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പുസ്തകത്തിൽ വീണ്ടും കൊടുക്കുക. നേരത്തെ പറഞ്ഞ എന്താ? അള്ളാന്റെ റസൂല് കാണിക്കാത്തത് ധിക്കാരമാണ്. എന്നിട്ട് പറയാണ് ഇവരെ പുസ്തകത്തിൽ തന്നെ, അന്ന് നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്ന ഈദുൽ ഫിത്തറിനെ കുറിച്ച് പറയാം. പുറപ്പെടുന്നത് മുതൽ നമസ്കാരം ആരംഭിക്കുന്നവരെ തക്ബീർ ചൊല്ലൽ നല്ലതാണ്. നമസ്കാര സ്ഥലത്ത് എത്തിയത് മുതൽ നമസ്കാരം തുടങ്ങുന്നത് വരെ ഇത് പ്രത്യേകം സുന്നത്താകുന്നു. പൂർവിക മുസ്ലിങ്ങളിൽ നിന്ന് തക്ബീറിന് പല രൂപങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് താഴെ കൊടുക്കുന്നു. പൂർവിക മുസ്ലിങ്ങളിൽ നിന്ന് പല ധിക്കാരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു ധിക്കാരം താഴെ കൊടുക്കുന്നു. അല്ലേ? അല്ലെങ്കിൽ ഒന്ന് വിശദീകരിച്ച് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർവിക മുസ്ലിങ്ങൾക്കാകെ, ഓൽക്ക് മുഴുവൻ, ഒരാൾക്കും രണ്ടാൾക്കും അല്ല, പൂർവിക മുസ്ലിങ്ങൾക്ക് മുഴുക്കെ ഈ ധിക്കാരമുണ്ടാക്കാനുള്ള ആൾ പെർമിഷൻ നെതുവത്തുകാരൻ കൊടുത്തിരിക്കുന്നു. ആരാധനയുണ്ടാക്കാൻ, പുത്തൻ ആചാരമുണ്ടാക്കാൻ, അതുവഴി തിരു റസൂലിനെ ധിക്കരിക്കുന്ന പരുവത്തിലേക്ക് മാറ്റാൻ പൂർവിക മുസ്ലിങ്ങൾക്ക് മുഴുവൻ പെർമിഷൻ നിങ്ങൾ നൽകി. കഴിഞ്ഞില്ല. ഒരു തസ്ബീത്ത് അറിയില്ല നിങ്ങൾക്ക്? മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കം ചെയ്താൽ അവിടെ നിന്നിട്ട് ചൊല്ലിക്കൊടുക്കുന്ന ഒരു തസ്ബീത്ത്, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജഅഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. തസ്ബീത്ത്. ഈ തസ്ബീത്തിനെ സംബന്ധിച്ച് ഇവരുടെ പാഠപുസ്തകം ഇസ്ലാമിക കർമ്മപാഠങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയത്. മയ്യത്ത് മറവ് ചെയ്ത് കഴിഞ്ഞാൽ മയ്യത്തിന് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആദർശദാർഢ്യം നൽകാൻ അപേക്ഷിച്ചുകൊണ്ടും ഏതാനും സമയം അവിടെ നിന്ന് തസ്ബീത്ത് നിർവഹിക്കൽ സുന്നത്താണ്. തസ്ബീത്തിന് പ്രത്യേക പദങ്ങൾ ഹദീസിൽ വന്നിട്ടില്ല. തസ്ബീത്ത് നിർവഹിക്കൽ സുന്നത്താണ്. മരിച്ചു കഴിഞ്ഞു, ആളെ ഖബറടക്കി, അവിടെ വെച്ച് തസ്ബീത്ത് ചെല്ലൽ സുന്നത്താണ്. എങ്ങനെ തസ്ബീത്ത് ചെയ്യണം? വഹാബികൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തെങ്കിലും ചെയ്താൽ ബിദ്അത്താവും. അതുകൊണ്ട് ഉണ്ടാതിരിക്കുക. ജീവിതകാലത്ത് ആ സാധുവിനെ കുറെ പറ്റിച്ചു, മരിച്ചു കഴിഞ്ഞിട്ടും തുടരാം. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാണ് ഒരു സമൂഹത്തിന്റെ പതനം. തസ്ബീത്ത് ചെല്ലുക. മുജാഹിദുകൾ അവരുടെ മക്ബറകളിൽ ഈ തസ്ബീത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ തുടങ്ങുന്ന ആ തസ്ബീത്തിന്റെ വചനങ്ങൾ ചൊല്ലാറില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ചൊല്ലാറ്? ചൊല്ലുന്നുണ്ടെങ്കിൽ അതാരുണ്ടാക്കി? ചെല്ലുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു പാഠപുസ്തകത്തിൽ കൊടുത്തു? എന്തിനു കൊടുത്തു? നിങ്ങൾ ചൊല്ലുന്ന ആ തസ്ബീത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് കടുത്ത ബിദ്അത്താണ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുന്നു. അത്തരം പ്രവർത്തനങ്ങൾ തിരു റസൂലിനോടുള്ള ധിക്കാരമാണെന്ന് പഠിപ്പിക്കുന്നു. തസ്ബീത്ത് അത് ആരാധനയല്ലേ? തസ്ബീത്ത് അത് ആചാരമല്ലേ? തസ്ബീത്ത് അതിന്റെ ആചാരം, ആ അനുഷ്ഠാനം തിരു റസൂൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ധിക്കാരമല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാവോ? മൗലിദ് നബി പഠിപ്പിച്ചോ? തസ്ബീത്ത് നബി പഠിപ്പിച്ചോ? മൗലൂദ് നബി പഠിപ്പിച്ചോ? നബി ചെയ്തിട്ടുണ്ടോ?
തക്ബീർ നബി ചെയ്തിട്ടുണ്ടോ? മൗലൂദ് നബി ചെയ്തിട്ടുണ്ടോ? ബാങ്ക് നബി ചെയ്തിട്ടുണ്ടോ? മൗലൂദ് നബി ചെയ്തിട്ടുണ്ടോ? ഖിയാമുൽ ലൈൽ ബിദ്അത്താണെന്ന് പറഞ്ഞില്ലേ? എന്താ ഒരു തലക്കന്നെ എടുത്തോണ്ടി അല്ലേ? ആദ്യ നൂറ്റാണ്ടത്തെ ബിദ്അത്തൊക്കെ ശരിയാക്കി അങ്ങോട്ട് നമുക്കാണ് വരാ പിന്നീടുള്ളത് അല്ലേ? ഖുർആൻ വെച്ച് തിരുസുന്നത്ത് വെച്ച് നിങ്ങൾ വിശദീകരിക്കും. കഴിഞ്ഞില്ല. നിങ്ങളുടെ പുസ്തകങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. ഇൻഷാ അല്ലാഹ് KNMന്റെ പുസ്തകം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ച് അതൊന്ന് വിശദീകരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർജവത്വമുള്ള അറിവുള്ളവർ ഇല്ല എന്ന് തെളിയുന്ന ദിവസമായിരിക്കുമെന്ന് ഇൻഷാ അല്ലാഹ്. നിങ്ങളങ്ങോട്ട് പൊട്ടത്തനം വിളിച്ചു പറയാ, അത് കേൾക്കുമ്പോൾ കുറച്ച് സതുക്കള് അതും സത്യമല്ലേ, അത് പച്ചന്നുണയാണ്. വിവരക്കേടാണ്, അറിവില്ലായ്മയാണ്. സ്വലാത്ത് പുസ്തകത്തിൽ പരിശോധിച്ചപ്പോൾ എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുന്നു. നിങ്ങളുടെ പ്രഭാഷകന്മാരും പ്രസംഗിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് കേൾക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ സ്വലാത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോ എന്തിനീ സ്വലാത്ത് കൊടുത്തു? ഇബ്രാഹിമിയ സ്വലാത്ത് കൊടുത്തൂടെ ഇനി അവിടെ? നല്ല രസമുണ്ടാവും. പുസ്തകം കട്ടി കൂടും, കാശ് കൂട്ടാ, വരുമാനം വർദ്ധിക്കും, ലാഭം കിട്ടും, അടിച്ചു പൊളിച്ച് ജീവിക്കാം. ചെയ്തുകൂടായിരുന്നു? സയ്യിദുനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് പറഞ്ഞിരിക്കുന്നു. ആയിഷ ബീവിയുടെ അരികിൽ നബി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ റസൂൽ അല്ലാഹുമ്മ സ്വല്ലി എന്തേ അഞ്ചല്ലിക്കോളി വാരിദായ സ്വലാത്തല്ലേ? എന്തേ നിങ്ങൾ മാറ്റി? സദാചാരമായി നിങ്ങൾ പറയുന്ന ഇബ്രാഹിമി സ്വലാത്തില്ലേ, നാം അംഗീകരിക്കുന്നു. അത് നമ്മൾ ബിദ്അത്തൊക്കെ ഉണ്ടാക്കാന്നുള്ളടുത്താ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ. എന്നിട്ടിങ്ങനെ പറയാ പ്രസംഗിക്കുമ്പോ നാരിയ സ്വലാത്ത് എന്നിട്ട് ബൽക്കന സ്വലാത്തുണ്ട്, താജ് സ്വലാത്ത് വേറെ സ്വലാത്തുണ്ട്, അതൊന്നാലും ഒരുപാട് സ്വലാത്തുണ്ട്. അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും, ചെല്ലും, ചെയ്യും. ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട്. ഞങ്ങളുടെ തെളിവ് നിങ്ങളും കൂടിയാണ്. ഖുർആനും സുന്നത്തും നിങ്ങളും. പുതിയ തെളിവ് നിങ്ങളെ പാഠപുസ്തകത്തിൽ ഏതടിസ്ഥാനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൊടുത്തു? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങനെ പഠിപ്പിച്ചോ? നിങ്ങളുടെ പ്രഭാഷകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതടിസ്ഥാനത്തിൽ അത് പറഞ്ഞു? പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചോ? ആചാരല്ലത്. ബിദ്അത്തിന്റെ പൂജയാണ് തീരും. ഇഞ്ഞ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ നബിസ് അല്ലേ പൊട്ടം ബിൽഡിംഗ് കണ്ട മാതിരിയേക്കാരം. വലിയ വലിയ വർത്താനം ഇങ്ങനെ പറഞ്ഞ ഇവരോടോ 1.5. എടോ നിങ്ങൾക്ക് വിവരല്ലടോ. ചൊല്ലുന്ന സ്വലാത്തിന് ബേസില്ല. മുത്ത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്തത് ധിക്കാരമാണ്. ആ ധിക്കാരം കഴിഞ്ഞ പ്രഭാഷണത്തിലും തുടർന്നു, പാഠപുസ്തകങ്ങളിൽ തുടരുന്നു.
എന്ത് പറയാനുണ്ട്? റസൂൽ കാണിക്കാത്തത്, പഠിപ്പിക്കാത്തത്, പരിചയപ്പെടുത്താത്തത് വിദ്യാത്താണ്. അത് ധിക്കാരമാണ് അല്ലേ? എന്ത് പറയാനുണ്ട് വഹാബികൾക്ക്? സർവ ഗ്രൂപ്പുകാരും ഒന്ന് സംഗമിക്ക്, ഇതിന്റെ പേരിൽ നിങ്ങളൊരു ഐക്യപ്പെട്ടാണി അല്ലേ? നിങ്ങൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഒരു വട്ടമേശ സമ്മേളനം എന്നിട്ട് പൊന്നാര അബീവന്മാരെ ഇവിറ്റ വന്നിട്ട് ആകെ ഇടങ്ങേറായിക്കണെങ്കിൽ സലാത്തെല്ലാം പറ്റിയില്ലല്ലോ. സലാത്തെല്ലാം പറ്റില്ല. അതെന്താ? നബി ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറ്റൂ, ഇനി നമ്മൾ ഇബ്രാഹിമിയ സലാത്തി അല്ലാണെന്നാ പറയുന്നത്. അപ്പൊ ടൈം കുറെ എടുക്കൂലേ? സർവ മുജ്തഹിദീങ്ങൾ ഒരുമിച്ച് കൂടി മടവൂരിയും ജിന്നൂരിയും സർവ ആലവലാദികൾ ഒരുമിച്ച് കൂടി ഇങ്ങോട്ട് ആലോചിക്കുക, സ്വലാത്ത് എന്ത് ചെയ്യണം? പ്രസംഗിക്കാൻ നിൽക്കുമ്പോ അവർ വന്നിട്ട് ഇങ്ങനെ ഗീർവാണം നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടോ? അതിലെന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ടോ? ഏതെന്ന് പറയണ്ട, അത് ചെയ്തിട്ടുണ്ടോ? അതിലെന്നുണ്ടേ. ചോദിക്കണോട് തന്നെ മറുപടി, അരജിപ്പുറത്ത് ആൻസർ കൊടുക്കണ പരിപാടി. ആലോചിച്ചോ കാണിത്തങ്ങളൊരു കുരുത്തക്കേട്. ഇനി ഓല് പ്രസംഗിക്കുമ്പോ ഒരു ചങ്കിക്കെട്ടലുണ്ടാവും. നബി സല്ലല്ലാഹു കാലത്തുണ്ടായിട്ട് അങ്ങനെ ബ്രേക്ക് പിടിച്ച് പോകേണ്ടി വരും. നാട്ടിലത്തെ വഹാബികള് മിസ്റ്റർ മുഹമ്മദ് എന്ന് നമ്മളെ നാട്ടിലത്തെ മുഹമ്മദിനെ വിളിക്കുന്നത് പോലെ സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന പരുവത്തിലേക്ക് അധപ്പതിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിട്ട് പറയും, എന്നാ ഞങ്ങൾ ചൊല്ലൂലട്ടോ, നിങ്ങൾ ചൊല്ലണില്ല, ഇനി ഇങ്ങനെ പറയണാണ്ട് എന്തൊക്കെ അല്ലാഹു അഅലം. നിങ്ങൾ ആലോചിച്ച് നോക്കൊരു ടീമിന്റെ മൗലൂദിന്റെ പൂതിങ്ങൾക്ക് തീർന്നില്ല പൊന്നു അബീവന്മാര്. ഇനി മൗലൂദ് നബി ചെയ്തിക്കണോ എന്ന് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിക്കണോ എന്തെന്ന് പറയണ്ട, ചെയ്തിക്കണോ ചോദിച്ചാൽ മതി. ചെയ്തിക്കണോ എന്ന് ചോദിക്കുമ്പോ തന്നെ ഇതൊരു വലിയ കൊണല്ലായിരിക്കാണ് പോകും. തക്ബീർ, പെരുന്നാക്കൊന്നും ഇനി വഹാബികൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. പെരുന്നാക്കൊരു സന്തോഷത്തിന്റെ ദിവസം, കുട്ടികളൊക്കെ ആവേശത്തിൽ തക്ബീർ ചെല്ലുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ഇന്നത്തെ പ്രസംഗം കേസറ്റ് ചെയ്തിട്ട് എല്ലാ വഹാബികൾക്കും സൗജന്യമായിട്ടൊരു കോപ്പി കൊടുക്കുക. ഇതിങ്ങനെ കേൾക്കുമ്പോ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ വേണ്ടി 2 പെരുന്നാളുകൾ, ഈദുൽ അദ്ഹ, ഇതിങ്ങനെ പെരുന്നാളിന് തക്ബീർ ഇങ്ങനെ ചെല്ലാൻ വേണ്ടി തുടങ്ങുമ്പോ എല്ലാത്തിനും ഈ പണ്ടാറം വഹാബിസം വേണ്ട, സുന്നിയാക സുഖമായിട്ടൊന്ന് തക്ബീർ ചെല്ലാലോ. സർവ പെണ്ണുങ്ങളെയും കുട്ടികളെയും വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് തക്ബീർ ചെല്ലാൻ തുടങ്ങുമ്പോ, വിദേഹത്ത് ആരംഭിക്കാൻ തുടങ്ങുമ്പോ, ധിക്കാരം തുടങ്ങുമ്പോ പെണ്ണുങ്ങൾ ഈ കേസിട്ട് അല്ല ആ പണ്ടത്തെ ധിക്കാരാണല്ല വരുന്നേ. പെരുന്നാക്ക് അങ്ങനെ ധിക്കാരം വരും, ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് സബൂറാകാം. അത് കഴിഞ്ഞിങ്ങനെ പ്രസംഗിക്കാൻ മൗലവി ഇങ്ങനെ എണീറ്റ് നിന്ന് ഇന്നത്തെ ദിവസം നമ്മുടെ നേതാവ് സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു ധിക്കാരം വീണ്ടും അല്ലേ? പെരുന്നാൾ ധിക്കാരത്തിന്റെ കോട്ടേക്കാരം. മക്ബറയിൽ ചെന്നാങ്ങളെ ധിക്കാരം അവിടെയും. തസ്ബീത്ത് ഇങ്ങനെ ചെല്ലാൻ വാപ്പ മരിച്ചെടുക്കാം, പഠിച്ചോൻ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ധിക്കാരം. വാപ്പ അതാ പറഞ്ഞ കുട്ടികളൊക്കെ സുന്നിയാക്കിക്കൊണ്ടി. കബറ് കടക്കുമ്പോ ധിക്കാരം ആണ് എന്ന് കരുതി ഇവിറ്റങ്ങനെ തസ്ബീത്തൊക്കെ തിരക്കേടില്ല, ധിക്കാരം നടക്കൂല. വാപ്പ അവിടെ കടന്നോ, ഞാൻ ധിക്കാരത്തിന് എടുക്കല്ല. കബറിൽ ധിക്കാരം, പെരുന്നാളിൽ ധിക്കാരം, ജുമുഅയിൽ ധിക്കാരം, ബാങ്കിൽ ധിക്കാരം അല്ലേ? സ്വലാത്തിൽ ധിക്കാരം, വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത് അല്ലേ? നിങ്ങളിങ്ങനെ പറയാ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ലാത്തത് ചെയ്യലാണ് ബിദ്അത്ത്. നിങ്ങളെ പാഠപുസ്തകത്തിലുള്ളതാ. ഒന്ന് വന്നിട്ട് വിശദീകരിക്കുക. സ്വലാത്ത് നിർത്തിവെക്കി. ഈ സ്വലാത്ത് ചൊല്ലുന്ന നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത
ഈ സ്വലാത്ത് ചൊല്ലുന്ന നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് നാരിയത്ത് സ്വലാത്തിനെ വിമർശിക്കാൻ നിങ്ങൾക്കാകുക? ഏതടിസ്ഥാനത്തിലാണ് താജു സ്വലാത്തിനെ വിമർശിക്കാനാകുക? ഏതടിസ്ഥാനത്തിലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ ചൊല്ലുന്ന സ്വലാത്തിനെ എതിർക്കാൻ നിങ്ങൾക്ക് പറ്റുക? ആദ്യം നിങ്ങളെ ധിക്കാരേണ്ട ഒരു വാക്ക് ഇതല്ലേ ചെയ്യേണ്ടത്? കഴിഞ്ഞില്ല. ഹജ്ജ് ചെയ്യാൻ പോയ തൽബിയത്ത് എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന തൽബിയത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക ലാ ശരീക ലക്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൽബിയത്ത്. വകാന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യസീദു ലബ്ബൈക ലബ്ബൈക വസഅദൈക വൽ ഖൈറു ഫീ യദൈക ലബ്ബൈക വറഗ്ബാഉ ഇലൈക വൽ അമൽ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഹജ്ജിന്റെ തൽബിയത്തിൽ ധിക്കാരം കാട്ടിയിരിക്കുന്നു, പുതിയ ആചാരം സൃഷ്ടിച്ചിരിക്കുന്നു. പരിശുദ്ധ റസൂൽ ചെയ്യാത്തത് ചെയ്തിരിക്കുന്നു. എന്തു പറയാനുണ്ട്? വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിദ്അത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ആചരിക്കുകയും അനുഷ്ഠിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നു. അല്ലേ? ഇത് പറയുമ്പോ പറയും നമ്മള് ബാങ്കി ഞങ്ങളില്ല, റമളാനിൽ നിങ്ങളില്ലേ, ബാങ്കി ഞങ്ങളില്ല, സ്വലാത്ത് നിങ്ങളെടുത്തില്ലേ, ബാങ്കി ഞങ്ങളെടുത്തില്ല, തക്ബീറില്ലേ. ബാങ്കി അറിയണ ധിക്കാരം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്തും ബാക്കിയുള്ള സഹാബത്തിന്റെ അടുത്തൊക്കെ ഉണ്ട്. നിങ്ങളെടുത്തില്ല. നിങ്ങൾക്ക് തോന്നിയ മാതിരിയാണ് നിങ്ങളെ മതേ, അതന്നെ നിങ്ങളെ കുഴപ്പം. അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൽബിയത്തിൽ ബിദ്അത്ത് കാണിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തത് ചെയ്തു, ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്ത് ബിദ്അത്ത് കാണിച്ചു, ധിക്കാരം കാണിച്ചു. ആചാരമല്ലേ, അനുഷ്ഠാനമല്ലേ, പുതിയ ആരാധനയല്ലേ? എന്ത് പറയാനുണ്ട്? എന്നാ ഇവരെത്തേക്ക് നമുക്ക് ഒന്നും കൂടി വരിക. ഇവര് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെയ്ത് ആരാധനയിൽ കൂട്ടാനും കുറക്കാനും പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് തന്നെ ചെയ്യണം. ജുമുഅ ഖുത്ബ ആരാധനയല്ലേ, ആചാരമല്ലേ, അനുഷ്ഠാനമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതു വിധത്തിലാണ് ആ ആചാരം നടത്തിയത്, ആ അനുഷ്ഠാനം നടത്തിയത്, ആ ആരാധന നിർവഹിച്ചത്? മലയാളത്തിലേനി മലയാളത്തിലേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലയാളത്തിലായിരുന്നു. ആരാധന നിങ്ങൾ മാറ്റിയില്ലേ? ജുമാക്ക് പോയി തൊള്ളയും പൊഴിച്ച് ഇങ്ങനെ കുത്തിരിക്കുമ്പോ ആലോചിക്കുക, പഠിച്ചോനെ അള്ളാന്റെ റസൂൽ എന്തായാലും മലയാളത്തിൽ ഓതിയിട്ടുണ്ടാവില്ല, നമ്മൾ ആരാധന എന്നാണ് ആ നിസ്കാരം അല്ലേ? അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. ബാങ്കൊക്കെ മലയാളത്തിൽ ഇങ്ങനെ വരുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കാൻ നിങ്ങള് അല്ലേ? നിസ്കാരത്തേക്ക് നിന്നിട്ട് മറ്റേ ആ കവിത ഇങ്ങനെ പാടിയാൽ മതി. കാരുണ്യവാൻ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹനെ കുറിച്ചൊരു കവിത ഉണ്ട്. ഇവരെ മദ്രസകളിലൊക്കെ കേൾക്കാം. അതിങ്ങനെ പാടും. അല്ലാഹു അക്ബർ, ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നൊന്നും പറയണ്ട. ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സർവ്വലോക സംരക്ഷകനായ അല്ലാഹുവിനാണ് സർവസ്തോത്രങ്ങളും. കാരുണ്യവാനും കരുണാനിധിയുമാണവൻ. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണവൻ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നീ ചൊവ്വായ മാർഗത്തിലേക്ക് ചേർക്കണമേ. നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ചേർക്കണമേ. നിന്റെ കോപത്തിന് വഴിയാകാത്ത, നിന്റെ ശാപത്തിന് വഴിയാകാത്ത ആളുകളുടെ കൂട്ടത്തിൽ ചേർക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ. ആമേൻ. ഉണ്ടാവും
എന്തേ സമി അല്ലാഹു ലിമൻ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തളികളെ. ഖുത്ബ ആരാധനയാണെങ്കിൽ, ഖുത്ബ ആചാരമാണെങ്കിൽ, പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചതാണ് നിർവഹിക്കേണ്ടത് എങ്കിൽ ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് പരിഭാഷപ്പെടുത്തിയത്? ബിദ്അത്തല്ലത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചോ? വെറുതെ ജുമാ നഷ്ടപ്പെടുത്തണ്ട. കുറച്ചാലും കഴിഞ്ഞാൽ ഇവിറ്റ യോഗം ചേരുവേ, നിസ്കാരം പരിഭാഷപ്പെടുത്തി ഇനി അങ്ങനെ മതി, ആൾക്കാർക്ക് തിരിയണ മാതിരി. കുറെ കാര്യം പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മാതിരി തന്നെ ആവണം. കുറച്ച് എത്തുമ്പോ അത് ആളുകൾക്ക് തിരിയണ മാതിരി ആയാലും മതി. ഒരു മാനദണ്ഡം ഇല്ലാത്തൊരു സാമാനങ്ങൾ. ആരാധനയിലെ വിധേയത്ത് അല്ലേ? ബാങ്ക് വിഷയത്തിൽ, ഖിയാമു റമളാൻ വിഷയത്തിൽ, തക്ബീറിന്റെ വിഷയത്തിൽ, തസ്ബീത്തിന്റെ വിഷയത്തിൽ, സ്വലാത്തിന്റെ വിഷയത്തിൽ, ഖുത്ബയുടെ വിഷയത്തിൽ ഒക്കെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ആചാരമായി, അനുഷ്ഠാനമായി, ആരാധനയായി പഠിപ്പിച്ചത് അല്ലാത്തത് നിർവഹിക്കപ്പെടുമ്പോ, ആചാരമായി കൊണ്ട് നടക്കുമ്പോ ഏതടിസ്ഥാനത്തിലാണ് അതിന് അംഗീകാരം നൽകിയത്? അത് വന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വന്ന് വിശദീകരിക്ക്. പിന്നെ മൗലൂദിനെ കുറിച്ചുള്ള ചർച്ചയെ ഉണ്ടാവില്ല, ആ വൈക്കുണ്ടാവില്ല മൗലൂദ്. കുറെ വിഷയങ്ങളുണ്ട്, സമയമായി എന്ന് പറയണം. പിന്നെങ്ങനെ പറയണം, ലൈലത്തുൽ ഖദർ ഒരു ചർച്ച. ആകെ മുട്ടിയ പിന്നെ ഉന്തിക്കൊണ്ടാകാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പരിശോധിക്കാൻ വേണ്ടി. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ഖൈറും മിൻ അൽഫി ശഹർ. ഒരാൾ പറഞ്ഞു ലൈലത്തുൽ ഖദറിനേക്കാൾ അഫ്ളലാണ് മൗലിദുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പറഞ്ഞു. അഫ്ളൽ എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ളലി എന്ന് പറഞ്ഞാൽ എന്താ? ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഒന്നും ചെയ്തില്ല, നബിദിനത്തിന്റെ അന്ന് ഒന്നും ചെയ്തില്ല, കുഴപ്പമൊന്നുമില്ല, ആൾക്കാർക്ക് കുറ്റൊന്നും കിട്ടാൻ പോണില്ല. എന്നാൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ പുസ്തകം വായിക്കാം. ഇവരുടെ പുസ്തകം അൽ അഹ്കാമുൽ ഖംസ, 5 നിയമവിധികൾ ഇവരുടെ പുസ്തകത്തിലാണുള്ളത്. 7ാം ക്ലാസ്സിലേക്കുള്ള കർമ്മപാഠങ്ങൾ അല്ലേ? തലക്കെന്ന് പഠിക്കൽ തുടങ്ങേണ്ടി വരും. ഇനി പ്രായപൂർത്തിയായ വിശേഷ ബുദ്ധിയുള്ള മുക്കല്ലഫ് മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ പ്രവൃത്തികളെ ഇസ്ലാമിക ദൃഷ്ട്യാ 5 വിഭാഗമായി തരംതിരിക്കാം. 1, സുന്യാള ബുക്കിലല്ല, വഹാബികളുടെ ബുക്കിലാണ്. 1 അൽ വാജിബ്, അനുഷ്ഠിക്കൽ നിർബന്ധവും ഉപേക്ഷിക്കൽ കുറ്റകരവുമായത്. ഇതിന് ഫർള് എന്നും പറയും. ഉദാഹരണം 5 നേരത്തെ നമസ്കാരം, മയ്യത്ത് സംസ്കരണം, ഫർള് ഐൻ, ഫർള് കിഫായ എന്നിങ്ങനെ ഫർളിനെ 2ആയി തിരിക്കാം. ഓരോ വ്യക്തിയും നിർബന്ധമായി ചെയ്യേണ്ടത് ഫർള് ഐൻ. ഉദാഹരണം 5 നേരത്തെ നിസ്കാരം സമൂഹത്തിലെ ഏത് വ്യക്തി ചെയ്താലും എല്ലാവരുടെയും ബാധ്യത തീരുകയും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുകയും ചെയ്യുന്ന കാര്യമാണ് ഫർള് കിഫായ. ഉദാഹരണം മയ്യത്ത് സംസ്കരണം. 2 ഹറാമ്, ചെയ്യുന്നത് കുറ്റകരവും ഉപേക്ഷിക്കുന്നത് പ്രതിഫലാർഹവുമായ കാര്യം. ഇതിന് മഹ്ലൂർ എന്നും പറയും. ഉദാഹരണം കൊലപാതകം, മദ്യപാനം. 3 മക്റൂഹ്, ഉപേക്ഷിക്കുന്നത് പ്രതിഫലാർഹവും ചെയ്യുന്നത് കുറ്റകരമല്ലാത്തതുമായ കാര്യം. ഉദാഹരണം സ്ത്രീകൾ ജനാസയെ അനുഗമിക്കൽ. 4 മന്ദൂബ്, ചെയ്യുന്നത് പ്രതിഫലാർഹവും ഉപേക്ഷിക്കുന്നത് കുറ്റകരമല്ലാത്തതുമായ കാര്യം. ഇത് സുന്നത്ത്, തതവ്വുഅ്, നാഫില, മുസ്തഹബ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഉദാഹരണം ഐച്ഛിക നിസ്കാരങ്ങൾ, സക്കാത്ത് ഒഴികെയുള്ള സാധാരണ ദാനധർമ്മങ്ങൾ. അൽ മുബാഹ്, പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കുന്നതും പ്രതിഫലാർഹമോ കുറ്റകരമോ അല്ലാത്ത കാര്യം. ഹലാല്, ജായിസ് എന്നീ പേരുകളിൽ ഇതറിയപ്പെടുന്നു. അഫ്ളല് ഒരാൾ ചെയ്തില്ല എങ്കിൽ ഒന്നും വരാൻ പോണില്ല, കുറ്റം കിട്ടൂല എന്നർത്ഥം. കുറ്റം കിട്ടൂല. അതേ സമയത്ത് ഇവര് പറഞ്ഞ ഹറാമ്
ചെയ്താൽ കുറ്റം കിട്ടും. വാജിബ് നിർബന്ധമാണ്. നിങ്ങളീ പറഞ്ഞ വാജിബ്, ഹറാമ്, മക്റൂഹ്, മന്ദൂബ്, മുബാഹ് തുടങ്ങിയ ഈ 5 നിയമവിധികൾ അൽ അഹ്കാമുൽ ഖംസ എന്ന പേരിൽ നിങ്ങളുടെ പുസ്തകത്തിന്റെ ഭാഗം 1 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഈ തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ, ഈ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് വന്ന് വിശദീകരിക്കും. കല്യാണ പടിയില്ലേ? അങ്ങോട്ട് മുജാഹിദായി കൂടല. ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ട. 1ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങണ്ടേ? ഏത് ഹദീസിലാണ് ഈ വിധം? ഹറാം ഇങ്ങനെയാണ്, കറാഹത്ത് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മക്റൂഹ്, മുബാഹ് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ഏത് ഹദീസിൽ പറഞ്ഞു? ഏത് ആയത്തിൽ പറഞ്ഞു? നിങ്ങളുടെ പ്രമാണം അതല്ലേ? ആരെ ഇത് പറഞ്ഞേ? ഏതായത്തിൽ പറഞ്ഞു? ഏത് ഹദീസിൽ പറഞ്ഞു? വന്നിട്ട് വിശദീകരിക്ക്. കേന്നം അംഗീകരിക്കുന്ന, മുജാഹിദ് വിഭാഗം അംഗീകരിക്കുന്ന ഹറാമായ സംഗതികൾ മുഴുക്കെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, വാജിബ് മുഴുക്കെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, മക്റൂഹ് മുഴുക്കെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, മുബാഹ് മുഴുക്കെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ഉമ്മ പെറ്റവരായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന് ഈ പറഞ്ഞ അഹ്കാമ് ഖംസ നേർക്കുനേരെ നിങ്ങളൊന്ന് കൊണ്ടുവന്ന് പറ. നേർക്കുനേരെ ഉണ്ടോ?